വേറിട്ട കാഴ്ചകളാണ് നമ്മുടെ അടുത്ത സെഗ്മെൻറ്റിൽ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് വരികയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ച നമ്മൾ ദിവാകരൻ നമ്പൂതിരി എന്ന സാഹിത്യകാരൻ്റെ കുറേ കഥകളും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുകയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളും എഴുത്തു വിവരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലൂടെ ഇന്ന്. ഈ സമുദായത്തിനെ നവീകരിക്കുക അല്ലെങ്കിൽ സമുദായത്തിനെ ഉദ്ധരിക്കുക അതിനൊക്കെ കഴിവ് വേണം. എനിക്കങ്ങനെ ആ കഴിവ് ഇല്ലാത്ത ആളാണ്. ഒന്നാമത് എന്താ പറയുക, ഒരു പുതുതായിട്ടൊന്ന് തുടങ്ങണം വെച്ചാൽ അതിന് നല്ല വിൽ പവർ വേണം. ആ വിൽ പവർ ഇല്ലാണ്ട് പുതുതായിട്ടൊന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ അത് നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൽ നിന്ന് വരുന്ന സംഘർഷങ്ങൾ ധാരാളം ഉണ്ടാവും. അതൊക്കെ മുഴുവൻ സഹിക്കാൻ തയ്യാറാവണം. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ തോന്നുന്നില്ല എനിക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അമ്പലത്തിൽ സ്ത്രീകൾ പൂജിച്ചാൽ മതി എന്ന് തീരുമാനിക്കാൻ എനിക്ക് മോഹമൊക്കെ ഉണ്ടാവും. പക്ഷേ അത് തീരുമാനിക്കാൻ എനിക്കൊരു അത് ഞാൻ ആ തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാത്തൊരു അവസ്ഥ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനത്ര അതിന് പലരോട് എതിർക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു സ്വഭാവം, ഒരാളെ എതിർത്തിട്ട് എന്തെങ്കിലും നേടണം എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലാത്തതുകൊണ്ട് അത് എൻ്റെ കഥയിലും ഒക്കെ ബാധിക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഥകളെ സ്വാധീനിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു മൂർച്ചയുള്ള ചില സാഹിത്യമൊക്കെ വായിച്ചാൽ വേദനിക്കും. അങ്ങനത്തെ സാഹിത്യങ്ങൾ ധാരാളമുണ്ട്. എൻ്റെ സാഹിത്യം വായിച്ചാൽ വേദനിക്കണ സാഹിത്യം ആവില്ല. അതെന്താ വെച്ചാൽ ഈ കാരണം കൊണ്ടാണ് ആ വേദന സഹിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതുകൊണ്ട് സാഹിത്യത്തിലും വേദന വരാൻ വിഷമമാണ്. ഞാൻ തന്ത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും പറഞ്ഞ തന്ത്രം. ഇപ്പോൾ NN കക്കാടിൻ്റെയൊക്കെ കവിതകൾ വായിച്ചാൽ അറിയാം, അദ്ദേഹത്തിൻ്റെ കവിതയും തന്ത്രവും ആയിട്ട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. തന്ത്രത്തിൽ കാണുന്നത് പലതും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം, NN കക്കാടിൻ്റെ. അപ്പോൾ അത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കും എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, തന്ത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്കും ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ടാവും. അതാവും എഴുത്ത് തുടങ്ങാനുള്ള കാരണം. ഭക്തിസാഗർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ട്രൈപോഡ് ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അതാണ് എഴുതി തുടങ്ങിയത്. ഗുരുവായൂർ അനുബന്ധിച്ചിട്ടുള്ള പൂന്താനത്തിൻ്റെയോ മുയൽപ്പത്തൂരിൻ്റെയൊക്കെ കഥയായിട്ട് അതാണ് ആദ്യം എഴുതിയത്. അത് കുറേ കാലം മുമ്പ് എഴുതിയതാണ്. പ്രവാസ ജീവിതമാണ് എഴുത്തുണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലാവുമ്പോൾ 24 മണിക്കൂറും 165 ദിവസവും ജോലി തന്നെയാവും. എപ്പോഴും യാത്രയും. ഒരു ദിവസം കാസർഗോഡ് അടച്ചാൽ പിറ്റേ ദിവസം പാലക്കാട്ടാവും, പിറ്റേ ദിവസം കോഴിക്കോട്ടാവും. അങ്ങനെ ധാരാളം യാത്രയും എല്ലാ സമയത്തും പൂജയും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വാഷിങ്ടൺ DC വന്നപ്പോഴാണ് ഈ ആദ്യം പൂന്താനത്തിനെക്കുറിച്ചോ അങ്ങനെയുള്ള കഥകളൊക്കെ എഴുതി തുടങ്ങിയത്. പിന്നെ ഇവിടെ വന്നിട്ട് കന്നഡയിൽ വന്നിട്ടാണ് നോവലുകൾ എഴുതി തുടങ്ങി. പിന്നെ ഈ കഥയെ പ്രവാസ ജീവിതം നല്ല സ്വാധീനിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുളക് കടിച്ചിട്ട് ആ എരിയുള്ളപ്പോൾ മുളകിനെ കുറിച്ച് എഴുതണതും, മുളക് കടിച്ചിട്ട് ആ എരി ഓർമ്മയിൽ നിന്നിട്ട് അതിനെക്കുറിച്ച് എഴുതണതും കൂടി വലിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഓർമ്മയിൽ നിന്ന് ഒരു അനുഭവം പറയുമ്പോൾ
ആ അനുഭവം ബാക്കി കേൾക്കണവർക്ക് മനസ്സിലാവണം എന്നുള്ള നിലയ്ക്ക് അത് വിസ്തരിച്ച് പറയാൻ പറ്റും. അനുഭവ സമയത്തല്ല, അനുഭവം കഴിഞ്ഞ് അതിൻ്റെ അത് ഉള്ളിൽ കിടന്നിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ അത് കുറേ കൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റും. കൊപ്പം, അതായത് പട്ടാമ്പി അടുത്ത് കൊപ്പത്ത് പ്ലാശ്ശേരി എന്നുള്ള സ്ഥലത്താണ്. ഇല്ലം കരിയന്നൂർ എന്നാണ് ഇല്ലപ്പേര്. പിന്നെ ഭാര്യ ആര്യാദേവി ഇവിടെ ബാങ്കിൽ ജോലി ചെയ്യണു. പിന്നെ 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞത്. ആദ്യത്തെ കുട്ടി ജോലി ചെയ്യുകയാണ്, രണ്ടാമത്തെ ആൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യണമുണ്ട്. ഇപ്പം 2006 ഇങ്ങോട്ട് വന്നത്. ഈ ഗുരുവായൂരപ്പൻ്റെ അമ്പലം ഉണ്ടായി തുടങ്ങുന്ന കാലത്താണ് ഞാൻ വന്നത്. അതുപോലെ ഡാളസിലും ഹ്യൂസ്റ്റണിലുമൊക്കെ ഗുരുവായൂരപ്പൻ്റെ അമ്പലമുണ്ട്. അവിടെയൊക്കെ ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠാദി കർമ്മങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അത് ഞാനാണ്. ഈ അമ്പലത്തിലും അതെ. എഴുത്ത് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാഗ്വംശം എന്നുള്ള ഈ പുസ്തകം സംസ്കൃതത്തിലാക്കുകയാണ്. ഏതാണ്ട് പകുതിയായി. അത് സംസ്കൃതത്തിലാക്കുമ്പോഴാണ് ഞാൻ ദേവരെ സംസ്കൃതം എനിക്ക് നല്ലത് ഇഷ്ടമുണ്ടെന്നാണ് വിചാരിച്ചായിരുന്നു. ഇപ്പം ഇത് ബാക്കി തുടങ്ങിയപ്പോഴാണ് ഒട്ടും അറിയില്ല എന്നുള്ളത് ബോധ്യം വന്നി തുടങ്ങി. അതാണ് പ്രധാനമായിട്ട് ഇപ്പം നടക്കുന്നത്. പിന്നെയും 1-2 നോവൽ, ഒരു നോവൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. 2 നോവലിൻ്റെയും കൂടി ഇങ്ങനെ കഥ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പിന്നെ കവിതകളാണ്. എത്ര കവിതകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലപ്പോഴും എഴുതുന്നുണ്ട്. അതിപ്പോൾ എന്ന സമയത്താണ് എഴുതാൻ പറ്റുകയെന്നൊന്നും അറിയില്ല. എന്താ വിഷയമൊന്നും പറയാൻ പറ്റില്ല. മലനിരയിൽ കാർമേഘങ്ങൾ നിരനിരയായി തിരയാനെത്തി, ചെറുചെടികൾക്കിടയിൽ തിരയാൻ ചെറുപവനൻ പാഞ്ഞു നടന്നു. ഇടിമുഴളും മാനത്താരോ മിന്നൽ തെളിയിച്ചു തിരഞ്ഞു. ധരയുടെ ചുടുമാറിലുറങ്ങും ചെറുവിത്തിനെ കണ്ടെല്ലാരും. വരുഷാരവമകലെ നിന്നെ ഭൂമണ്ഡലമാകെ നനച്ച് മടി പൂണ്ടു കിടക്കും വിത്തിൻ അരികത്തു തിമർത്തു മതിച്ചു. ചെറുതോട്ടിൽ നനവു പരക്കെ ചെറുവിത്തിൻ കുഞ്ഞകതാരിൽ അറിയാതൊരു കുളിരു പരന്നു. ചെറുകുളിരിൽ നെടുനാളായി മതി കെട്ടുകിടക്കും വിത്തിൻ കൈകാലുകൾ ഞെരിപിരി കൊണ്ടു. ഞെരിപിരിയാൽ നാരാം വേരുകൾ അമ്മ പുതപ്പിച്ചു കിടത്തിയ ചെറുതോടിൻ വെളിയിൽ വന്നു. ധരയുടെ കനിവാർന്നു നനഞ്ഞ ചെറുചൂടെഴുമുരളിൽ ഉടലിൽ കൊണ്ടു. സ്നേഹാദ്യസ്പരിഹനമെന്തെന്നാരായാൻ തോട്ടിൽ നിന്നും തലമെല്ലെ വെളിയിലെടുത്ത് മുട്ടിൽ കുമ്പിട്ടു തിരഞ്ഞു.